അപ്പോൾ എൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെയാണെങ്കിൽ ഞങ്ങളുടെ റിസൾട്ടൊക്കെ വന്നു. അപ്പം അതിൻ്റെ ചെറിയൊരു എൻജോയ്മെൻറ്റ് എന്ന രീതിയിൽ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് കറങ്ങാനായിട്ട് പോവുകയാണ്. വേറെ എവിടെയല്ല, ലുലു മോൾ അങ്ങനത്തെ ചെറിയ ചെറിയ സ്ഥലങ്ങളെ പോകുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ത്രൂ ഔട്ട് ഒരു വ്ളോഗ് പോലെ ഇതെടുത്ത് ഇടാമെന്ന്. കുറേ നാളായി വ്ളോഗൊക്കെ എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ഒന്നും നടക്കുന്നില്ല, സാഹചര്യമൊന്നും കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു വ്ളോഗാക്കി ഇടാമെന്ന് തന്നെ വിചാരിച്ചു. ജസ്റ്റ് ഒരു ഈവനിങ് വ്ളോഗ് പോലെ ഇടുന്നുള്ളൂ. ഇപ്പോൾ ഭയങ്കര മഴയൊക്കെയാണ്, അപ്പോൾ മഴയില്ലാത്ത സമയം നോക്കി ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പോൾ ചെറിയൊരു ഈവനിങ് വ്ളോഗ് എന്ന രീതിയിൽ ഇടാമെന്ന് വിചാരിച്ചു. നല്ല കാറ്റൊക്കെ ഉണ്ട്, നല്ല മഴ പെയ്യും. ഇപ്പം ഞങ്ങൾ ഇറങ്ങിയതുകൊണ്ട് തന്നെ നല്ല മഴ പെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. ബൈ. ഈ റോഡ് കണ്ടപ്പോൾ ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ ഭയങ്കര 2 ദിവസമായിട്ട് ഭയങ്കര ഫ്ലഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ഈ നിൽക്കുന്ന റോഡിൽ ഏകദേശം ഒരു മുട്ടിന് അത്രത്തോളം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഫ്ലഡും കാര്യമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ ഇപ്പോൾ ഒന്നുമില്ല. അപ്പോൾ എൻ്റെ ബേക്ക് നോക്കിയാൽ തന്നെ അറിയാം, നല്ല ക്ലിയർ ആയിട്ട്. കാരണം ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഓടയുണ്ട്, ആ ഓടയിൽ കൂടെ ഒന്നും വെള്ളം പ്രോപ്പർലി പോകുന്നില്ല. അതാണ് മെയിൻ കാര്യം. പോരാത്തതിന് ഈ എറണാകുളം സിറ്റിക്കുള്ള ഏറ്റവും വലിയൊരു ഫോൾട്ട് എന്ന് പറയുന്നത് ഫ്ലഡ് വരും എന്നുള്ളതാണ്. അപ്പം അത് ഞാൻ കാണിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ ഇന്നും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്, അത് കാണിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഓക്കെ, ഈ റോഡിൽ കൂടെ പോകാനൊക്കെയാണ് നോക്കുന്നത്. സോ നമുക്കിനി പോയിട്ട് കാണാം. ഫുഡൊക്കെ ഓർഡർ ആക്കിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 10 മിനിറ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ലുലു ഫുള്ള് കണ്ടു. അത്യാവശ്യം കണ്ടൂരയിലൊക്കെ കയറി നല്ല എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ആ ഫുഡിന് വെയിറ്റ് ചെയ്തിരിക്കാം. ഒരാളുണ്ട്, അവളാണ് ഫുഡ് വാങ്ങിക്കാൻ പോയിരിക്കുന്നത്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് നമ്മളിന്ന് പോകും. എന്തായാലും റിസൾട്ട് വന്നിട്ട് നല്ലപോലെ എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് സ്ലീപ്ലെസ് നൈറ്റ് ശരിക്കും തന്നെയായിരുന്നു. ഡിപ്രഷൻ, ആൻസൈറ്റി, വല്ലാത്തൊരവസ്ഥ തന്നെയായിരുന്നു. അപ്പം അതിനൊക്കെ നമ്മുടെ ഏറ്റവും വലിയൊരു എഫേർട്ട് എടുത്തിട്ട് നമുക്ക് കിട്ടിയതാണ്